ഞാൻ പറഞ്ഞതല്ലേ ചെറുക്കനെ വിടണ്ട, വിളിക്കണ്ട, എടുക്കണ്ടെന്നൊക്കെ. ഇപ്പൊ അവനൊരു ബുദ്ധിമുട്ടായില്ലേ? അവൻ ഓഫീസും കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വരണം. നിനക്ക് എന്തുവാ മോളെ? പിന്നെ അമ്മയ്ക്ക് എന്തുവാ അപ്പച്ചിയുടെ വീട്ടിൽ തന്നെ നിക്കണോ? അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാ എന്തോ കുഴപ്പം? ഞങ്ങൾ കുടുംബക്കാരല്ലയോ? കുടുംബക്കാരാകുമ്പോ അങ്ങനെയൊക്കെയാ. അത് മാത്രല്ല, 2 ദിവസം കഴിയുമ്പോ അവിടെ ആണെങ്കിൽ നിന്റെ അച്ഛൻ വന്ന് വിളിച്ചോണ്ട് അങ്ങ് പോയേനെ എന്നെ. ഇതിപ്പോ ഇങ്ങോട്ടാന്ന് പറഞ്ഞ് ഞങ്ങര് വരത്തുമില്ല. എന്റെ അമ്മയ്ക്ക് ഇവിടെ ആവുമ്പോ നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അമ്മ ഇവിടെ നിൽക്കേ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതല്ല മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് നിങ്ങളുടെ ഇടയ്ക്ക് അമ്മയ്ക്കത്. അമ്മേ, എനിക്കാണെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സ്നേഹം കിട്ടും അമ്മയുടെ. എനിക്കത് മതിയല്ലോ. അതെ, എന്റെ പണിയും കുറയുമല്ലേ. അവക്കതാ. ഇവിടെ ഇപ്പൊ വിളക്കൊക്കെ കൊളുത്താറുണ്ടോ? പിന്നെ വിളക്കൊക്കെ അവള് കൊളുത്താറുണ്ട്. പക്ഷെ വിളക്കമ്മയൊന്ന് കാണണം. ഫുള്ള് കരിയ, ഒന്ന് തേച്ച് കഴിവത്ത് പോലും ഇല്ല. ആ വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഒന്നും തൂക്കത്തും ഇല്ല. കൊണ്ടുവെക്കുക, കത്തിക്കുക, ഒന്ന് തൊഴുക, പോവുക, അത്രേ ഉള്ളൂ. എന്റെ അമ്മ, ഞാൻ ഈ ജോലിയും കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് വന്ന് കത്തിക്കുന്നത്. എനിക്ക് പുള്ളിക്കാരന്റെ അത്ര വൃത്തിക്കൊന്നും പറ്റത്തൊന്നുമില്ല. മോന്റെ വൃത്തി ഇപ്പോഴും ഉണ്ടോ? മാറ്റമൊന്നും ഇല്ലേ? ആ, ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ഞാൻ ശീലിച്ചതാ വേണ്ടേ. ഇപ്പൊ എന്തോ ചെയ്യാനാ? എന്തായാലും ഞാനിവിടെ നിൽക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ അങ്ങ് പോവും. എനിക്ക് അങ്ങനെയില്ലാതെ പറ്റത്തില്ല, എത്ര വഴക്കുണ്ടാക്കിയാലും. അച്ഛൻ വന്നു കഴിയുമ്പോഴല്ലേ, അത് കുഴപ്പമില്ല. അത് നമുക്ക് അപ്പം നോക്കാം. ഇപ്പം അമ്മ റൂമിലോട്ട് ഇല്ല, ഞാൻ പെട്ടി എടുത്തോണ്ട് വരാം. എടി, അമ്മയ്ക്ക് റൂം കാണിച്ചു കൊടുക്കാം. ആ, വാ.